ഈ ഒരു ബോക്സിനുള്ളിലാണ് നമ്മൾ SWR പവർ മീറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വെട്ടിയെടുത്ത് ഈ ക്രോസ് നീഡിൽ മീറ്റർ ഇതിൽ പിടിപ്പിക്കണം. ഇതിനായി റേഞ്ച് സ്വിച്ച്, ഫങ്ഷൻ സ്വിച്ച്, മോഡ് സ്വിച്ച് എന്നീ 3 സ്വിച്ചുകളും ഒരു കാലിബ്രേഷൻ സ്വിച്ചും ഇതിൽ ഘടിപ്പിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ SWR ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനെല്ലാം ഈ ബോക്സിനകത്ത് കയറ്റാം. ഇതാണ് ഇതിനകത്ത് വയ്ക്കുന്ന ബോക്സ് എന്ന് ആദ്യം പറഞ്ഞല്ലോ. ഈ ബോക്സിൽ SWR ബ്രിഡ്ജ് ഇപ്രകാരം വയ്ക്കാം. അതിനുശേഷം SWR ബ്രിഡ്ജ് മൊത്തത്തിൽ ഒരു അയൺ പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്തുകൊണ്ട് അത് പിന്നെ കാണിക്കാം. അതുകൂടാതെ ഈ മീറ്ററിന് ഒരു ബാക്കിലൈറ്റ് കൊടുക്കാനായി ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് വെച്ച് കൊടുക്കാം. അതിനുള്ള പ്രൊവിഷൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യാൻ ആവശ്യമായിട്ട് 3 സ്വിച്ചുകൾ വേണം. ആ 3 സ്വിച്ചുകൾ വയ്ക്കുവാനുള്ള ഹോൾ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്രകാരം മറു സൈഡിൽ നിന്ന് പിടിപ്പിക്കണം. വെട്ടിയെടുത്തപ്പോൾ ഇവിടെ കുറച്ച് കൂടിപ്പോയി. അത് നമുക്ക് MC വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം അതിനെ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് സുന്ദര കുട്ടപ്പനാക്കാം. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ 4 ബുഷ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഒരു ഹൈറ്റ് കിട്ടും. അതിനുശേഷം ഇതേപോലെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന 3 പ്രീസെറ്റ് വെച്ചിരിക്കുന്നത് 3 റേഞ്ചിന് വേണ്ടിയാണ്. 5 വാട്ട്, 20 വാട്ട്, 200 വാട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഏത് വേണമെങ്കിലും ചെയ്യാം. ഇപ്രകാരമുള്ള പ്രീസെറ്റ് ഉപയോഗിച്ചാൽ മതി. അതല്ല എങ്കിൽ കുറച്ചുകൂടെ നല്ല വയർ ബൗണ്ടുള്ള വയർ ബൗണ്ട് റെസിസ്റ്റർ വേരിയബിൾ ടൈപ്പ് ഇതാണ്. ഇത് കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നു. സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സിംഗിൾ നീഡിൽ മീറ്ററിന് വേണ്ടിയിട്ട് ഇതിൽ കാലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ ക്രോസ് നീഡിന് വേണ്ടി ഇതിലും കാലിബ്രേറ്റ് ചെയ്യാനും. അതെങ്ങനെയാണെന്ന് വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ വിശദീകരിക്കാം. സിംഗിൾ നീഡിൽ മീറ്ററിൽ SWR പവർ മീറ്റർ ഉണ്ടാക്കാനുള്ള സർക്യൂട്ട് ഡയഗ്രാം കണ്ടുവല്ലോ. ഇതിൽ റേഞ്ച് സ്വിച്ച്, ഫങ്ഷൻ സ്വിച്ച്, മോഡ് സ്വിച്ച് കൂടാതെ ഒരു കാലിബ്രേഷൻ സ്വിച്ചും വേണ്ടിവരും. എന്നാൽ ക്രോസ് നീഡിൽ മീറ്ററിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. SWR പവർ ബ്രിഡ്ജിൽ വരുന്ന ഫോർവേഡ് വോൾട്ടേജ് ഡയറക്റ്റ് ഫോർവേഡ് കോയിലേക്ക് കൊടുക്കാം. റിഫ്ലക്റ്റർ പവർ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് റിഫ്ലക്റ്റർ കോയിലേക്കും കൊടുക്കാം. ക്രോസ് നീഡിൽ മീറ്ററിനൊന്ന് പരിചയപ്പെടാം. ഇതിനുള്ളിൽ 2 നീഡിലുണ്ട്. തമ്മിൽ ക്രോസ് ആയിരിക്കുന്നു. അതിനായി 2 കോയിലുകൾ ഇതിനുള്ളിലുണ്ട്. ഇത് 100 മൈക്രോ ആംപിയർ ലെവലിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ തരുന്നത്. ഇതിൻ്റെ FSD ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കിട്ടുവാനായിട്ട് 100 മൈക്രോ ആംപിയർ മതിയാവും. ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ കാണിക്കുന്ന റീഡിങ് ഈ ഭാഗത്തും റിഫ്ലക്റ്റർ വോൾട്ടേജിൻ്റെ റീഡിങ് ഈ ഭാഗത്തും ആണ് കാണുന്നത്. ഫോർവേഡ് ഡിഫ്ലക്ഷനുള്ള കോയിൽ ഇവിടെയും റിഫ്ലക്റ്റർ പവറിനുള്ള കോയിൽ ഈ ഭാഗത്തും ആണ് കാണുന്നത്. നീഡിൽ കാണുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കോയിൽ ഉള്ളത്. ഫോർവേഡ് പവറും റിഫ്ലക്റ്റർ പവറും കാണിക്കുമ്പോൾ 2 നീഡിൽ തമ്മിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ കാണുന്ന റെഡ് ലൈനാണ് SWR. ഇതിൽ SWR 0 മുതൽ 5 വരെയും അതിനുശേഷം ഇൻഫിനിറ്റി ആയിട്ടും മാർക്ക് ചെയ്തിരിക്കുന്നു. SWR ബ്രിഡ്ജിൽ നിന്നും സെൻസ് ചെയ്യുന്ന ഫോർവേഡ് വോൾട്ടേജ് ഒരു 470 ohms റെസിസ്റ്റർ വഴി 103 പ്രീസെറ്റ് വഴി ഫോർവേഡ് കോയിൽ കൊടുക്കുന്നു. അതേ സമയത്ത് തന്നെ റിഫ്ലക്റ്റർ പവർ ഒരു 202 പ്രീസെറ്റ് വഴി റിഫ്ലക്റ്റർ കോയിൽ കൊടുക്കുന്നു. അതിനർത്ഥം ഒരേ സമയം ഫോർവേഡ് കോയിലിൻ്റെ റിഫ്ലക്റ്റർ കോയിലിൻ്റെയും റീഡിങ് കാണിക്കുന്നതാണ്. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ് ഇതിൻ്റെ SWR എന്ന് പറയുന്നത്. കണക്ഷൻ ഡയഗ്രാം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഫോർവേഡ് പവർ കാണിക്കുന്ന കോയിലിലേക്കും റിഫ്ലക്റ്റർ പവർ കാണിക്കുന്ന കോയിലിലേക്കും കൊടുക്കാനായി 2 പ്രീസെറ്റ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും ഒരേ വാല്യൂ ഉള്ളതാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ പിന്നീട് മാറ്റാം. ഫോർവേഡ് വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് ഒരു 470 ohms റെസിസ്റ്റൻസ് ഇതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ഷൻ ഡയഗ്രാം ചെയ്ത് നോക്കാം. SWR ബ്രിഡ്ജിൽ നിന്നും 3 വയർ പുറത്തേക്ക് എടുക്കുക. ഫോർവേഡ് വോൾട്ടേജ്, റിഫ്ലക്റ്റർ വോൾട്ടേജ്, പിന്നെ ഒരു ഗ്രൗണ്ട് കണക്ഷൻ. ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കവർ വെച്ച് അടച്ചു വയ്ക്കാം.
ഇപ്പോൾ കണക്ഷൻസ് എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. നെഗറ്റീവ് കണക്ഷൻ രണ്ട് കോയിലിൻ്റെയും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫോർവേഡ് വോൾട്ടേജ്, റിഫ്ലക്ടർ വോൾട്ടേജ്. ക്രോസ് നീഡിൽ ടൈപ്പ് മീറ്ററിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ പിന്നീട് ഓർത്തു ഇത്തരം ക്രോസ് നീഡിൽ മീറ്റർ എല്ലാവർക്കും അവൈലബിൾ അല്ലല്ലോ. അതുകൊണ്ട് സിംഗിൾ നീഡിൽ മീറ്ററിൽ ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം ഡ്യുവൽ നീഡിലുള്ള ക്രോസ് നീഡിൽ മീറ്ററിൽ എങ്ങനെയാണെന്ന് രണ്ടാമത് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ മീറ്റർ കാലിബ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ആയി സീറോ എറർ കറക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനായി മീറ്ററിൻ്റെ നീഡിൽ സീറോയിൽ എത്തിക്കുവാനായി ഈ സ്ക്രൂ പതുക്കെ തിരിച്ച് സീറോയിൽ എത്തിക്കുക. ഒരിക്കൽ കാലിബ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സീറോയിൽ അനക്കുവാൻ പാടുള്ളതല്ല. ഇപ്പോൾ ഈ മീറ്റർ സീറോ എറർ കാലിബ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി റേഡിയോയിൽ നിന്നും ആൻറ്റിനയിലേക്ക് കൊടുക്കുന്നതിന് പകരമായി ഒരു ഡെമ്മി ലോഡ് 50 ഓംസിൻ്റെ ഒരു ഡെമ്മി ലോഡിലേക്ക് കൊടുത്താണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഈ ഡെമ്മി ലോഡ് ആക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റേഡിയോയിൽ നിന്നുള്ള ഇൻപുട്ട് കണക്ഷൻ ലീനിയർ ആംപ്ലിഫയർ വഴിയുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നു. SWR ബ്രിഡ്ജ് വഴി SWR ബ്രിഡ്ജിൻ്റെ ഔട്ട്പുട്ട് ആൻറ്റിനയ്ക്ക് പകരം 50 ഓംസ് ഡെമ്മി ലോഡിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും കണക്ഷന് ശേഷം PTT പ്രസ് ചെയ്ത് സംസാരിച്ച് നോക്കുക. ഇനി PTT പ്രസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുക. മീറ്ററിൻ്റെ ഏതെങ്കിലും നീഡിൽ റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടോ എന്നറിയാം. ആലും ഇപ്പോൾ വയറിംഗ് കണക്ഷനെല്ലാം കറക്റ്റാണ്. മീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു മീറ്ററുമായി ഇതിനെ കണക്ട് ചെയ്ത് ഇതിൻ്റെ കാലിബ്രേഷൻ കണ്ടുപിടിക്കാം. ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ച ഒരു ഹോം ബ്രൂഡ് SWR മീറ്ററാണ്. ഡയമണ്ട് SX 200 മീറ്ററുമായി ഒത്തുനോക്കി കാലിബ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ രണ്ട് കോയിലിലും എക്രോസ് 100 ഓംസിൻ്റെ ഓരോ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്ററിന് എക്രോസ് അല്ല വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും ഇനി ഈ മീറ്റർ കാണിക്കുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മീറ്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷന് ഉള്ളിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ റെഫറൻസ് മീറ്റർ കാണിക്കുന്ന എത്രമാത്രം പവറാണോ അത്രയും പവർ ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർവേഡ് പവറിൻ്റെ കാലിബ്രേഷൻ പൂർത്തിയായി. ഇനി റിഫ്ലക്റ്റർ പവർ ഡയറക്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് SWR പവർ ബ്രിഡ്ജിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. റിഫ്ലക്റ്റർ പവർ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതിൽ മാക്സിമം 4 വാട്ട് വരെ കാണിക്കാൻ ഉള്ള ഡിവിഷൻ ഉള്ളൂ. അതുകൊണ്ട് റിഫ്ലക്റ്റർ പവർ മെഷർ ചെയ്യുമ്പോൾ ലോ പവറിൽ ഇട്ട് വേണം കാലിബ്രേഷൻ ചെയ്യാൻ. ഇപ്പോൾ റിഫ്ലക്റ്റർ പവറിന് വേണ്ടിയുള്ള കാലിബ്രേഷൻ ചെയ്തിരിക്കുകയാണ്. ഈ മീറ്ററിൽ ഏകദേശം 4 വാട്ട് ഏറ്റവും താഴത്തെ റീഡിംഗ് 4 വാട്ട് കാണിക്കുമ്പോൾ ഇതിലും ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 4 വാട്ട് കാണിക്കണം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പുതിയ ക്രോസ് നീഡിൽ SWR പവർ മീറ്റർ ഫോർവേഡ് പവറിന് വേണ്ടിയും റിഫ്ലക്റ്റർ പവറിന് വേണ്ടിയും കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ട് പവറും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്ത് SWR എത്രയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഈ SWR പവർ മീറ്ററിൽ ഫോർവേഡ് റീഡിങ് റിഫ്ലക്റ്റർ റീഡിങ് ഒരേ സമയത്ത് കാണിക്കുന്നു. അപ്പോൾ ക്രോസ് നീഡിൽ വരുന്ന ഏത് ഭാഗമാണോ അവിടെ ആയിരിക്കും SWR കാണിക്കുന്നത്. ഇപ്പോൾ ഫോർവേഡ് പവർ 100 വാട്ട് കാണിക്കുമ്പോൾ റിഫ്ലക്റ്റർ പവർ 0.1 വാട്ട് കാണിക്കുന്നുണ്ട്. ഈ രണ്ട് നീഡിലും തമ്മിൽ ക്രോസ് ചെയ്യുന്ന ഭാഗത്തുള്ളതാണ് അതിൻ്റെ SWR. ക്രോസ് നീഡിൽ SWR മീറ്റർ വയ്ക്കുവാനുള്ള ബോക്സ് പെയിൻറ് ചെയ്ത് ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ അസംബ്ലിംഗ് പൂർത്തിയാക്കാം. ക്രോസ് നീഡിൽ SWR പവർ മീറ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്.
3 സ്ലൈഡ് സ്വിച്ച് വെച്ചിരിക്കുന്നു. കാലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു പൊട്ടൻഷ്യോമീറ്റർ, ഇവിടെ വേണമെങ്കിൽ ഒരു പവർ LED കൊടുക്കാം. ഇതിൻ്റെ ഉൾവശം നമുക്കൊന്ന് കാണാം. ഇതാണ് SWR പവർ മേറ്റിൻ്റെ ഉൾവശം. ഇതിനകത്ത് റേഞ്ച് സെലക്ട് ചെയ്യുന്നതിനായി മൾട്ടി 10 പൊട്ടൻഷ്യോമീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്വിച്ചിലാണ് പവർ റേഞ്ച്. ഈ മീറ്റർ 20 വാട്ടാണ് ഇതിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. അതുകൊണ്ട് 20 വാട്ട് 200 വാട്ട് റേഞ്ചിനായി ഒരു സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. ഈ സ്വിച്ചിൽ കണക്ഷനൊന്നുമില്ല. ഈ സ്വിച്ച് ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ കാണിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ കാണിക്കുന്നതിനായി 22 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്ററാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ SWR ബ്രിഡ്ജ്. അതിലെ മാഗ്നറ്റിക് ഷീൽഡ് ചെയ്തിരിക്കുന്നു. ഫോർവേഡ് വോൾട്ടേജ്, റിഫ്ലക്റ്റഡ് വോൾട്ടേജ്, ഗ്രൗണ്ട് 3 വയർ കൊടുത്തിരിക്കുന്നു. ഫോർവേഡ് റീഡിങ്ങിനും റിഫ്ലക്റ്റർ റീഡിങ്ങും ഒരേ സമയം കാണിച്ചിരിക്കുന്നതുകൊണ്ട് 20 വാട്ടിനും 200 വാട്ടിനും പ്രത്യേകം മൾട്ടി 10 പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിരിക്കുന്നു. വളരെ പ്രിസൈസായ കാൽക്കുലേഷന് വേണ്ടിയിട്ട് മൾട്ടി 10 പൊട്ടൻഷ്യോമീറ്ററാണ് സാധാ പൊട്ടൻഷ്യോമീറ്റർക്കായാലും നല്ലത്. ഇവിടെ ഒരു 12 വോൾട്ട് പവർ സപ്ലൈ കൊടുത്ത് ഇതിനകത്ത് ബാക്ക് ലൈറ്റ് LED വെച്ചിരിക്കുന്നു. ഇനി ഈ മീറ്ററിനെ എങ്ങനെയാണ് കാലിബ്രേഷൻ ചെയ്തത് എന്ന് നോക്കാം. ഈ മീറ്ററിൻ്റെ കാലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ് ആയ മീറ്ററിൽ കാണിക്കുന്ന റീഡിങ് എത്രയാണോ അത്രയും റീഡിങ് നമ്മൾ ഉണ്ടാക്കിയ മീറ്ററിൽ എത്തിക്കുന്നതിനെയാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഫോർവേഡ് കാലിബ്രേഷൻ, റിഫ്ലക്റ്റഡ് കാലിബ്രേഷൻ രണ്ടും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാലിബ്രേഷൻ ചെയ്യാൻ ആവശ്യമായ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്. മൈക്രോബിറ്റക്സിൻ്റെ ഔട്ട്പുട്ട് ലീനിയർ ആംപ്ലിഫയർ കൊടുക്കുന്നു. ഇത് ഒരു NKK 150 ലീനിയർ ആംപ്ലിഫയർ ആണ്. ലീനിയർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഹോം ബ്രൂ ചെയ്ത SWR പവർ മീറ്റർ കൊടുക്കുന്നു. SWR പവർ മീറ്ററിൻ്റെ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് മീറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം സ്റ്റാൻഡേർഡ് മീറ്റർ കാണിച്ചിരിക്കുന്ന റീഡിങ് എത്രയാണോ അത്രയും തന്നെ റീഡിങ് ഈ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ മീറ്റർ എത്തിക്കുക. അപ്പോൾ ഇതിൻ്റെ കാലിബ്രേഷൻ പ്രോസസ്സ് പൂർത്തിയായി. ഫോർവേഡ് പവറിന് വേണ്ടിയും റിഫ്ലക്റ്റഡ് പവറിന് വേണ്ടിയും കാലിബ്രേഷൻ ഇപ്രകാരം ചെയ്തെടുക്കുക. ഹോം ബ്രൂ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ക്ഷമയും സമയവും എടുക്കുന്ന ഒരു പരിപാടിയാണ് കാലിബ്രേഷൻ. കാലിബ്രേഷൻ ചെയ്യുന്നതിനായി ആദ്യം റേഡിയോ ഓൺ ചെയ്യുക. അതിനുശേഷം ലീനിയർ ആംപ്ലിഫയർ ഓൺ ചെയ്ത് വയ്ക്കുക. റേഡിയോയിൽ നിന്നും CW മോഡിൽ പവർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മീറ്ററിൽ എത്ര വാട്ട് പവർ കാണുന്നോ അത്രയും റീഡിങ് ഈ മീറ്ററിൽ പ്രീസെറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് എത്തിക്കുക. അതിനെയാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മീറ്ററിൽ, സ്റ്റാൻഡേർഡ് മീറ്ററിൽ 20 വാട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. സ്റ്റാൻഡേർഡ് മീറ്ററിൽ ഇപ്പോൾ 20 വാട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹോം ബ്രൂ ചെയ്ത മീറ്ററിൽ 20 വാട്ട് പവർ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ 20 വാട്ട് റീഡിങ് എത്തുന്നിവിടം വരെ തിരിക്കുക. ഈ പ്രോസസ്സ് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വേണം ഫൈനൽ കാലിബ്രേഷൻ തീരുമാനിക്കാൻ. ഇവിടെ 20 എത്തിയിരിക്കുന്നു. ഒന്ന് ഓഫ് ചെയ്യാം. വീണ്ടും ഓൺ ചെയ്തു. അപ്പോൾ ഈ മീറ്ററിൽ കാണിക്കുന്ന അത്രമാത്രം റീഡിങ് നമ്മളുണ്ടാക്കിയ മീറ്ററിലും കാണിക്കണം. അതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് പവറും ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇവ തമ്മിൽ ക്രോസ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിലുള്ളതാണ് ഇതിൻ്റെ SWR. ഇപ്പോൾ ഇതിൻ്റെ SWR ഏകദേശം 1.4
കാണിക്കുന്നുണ്ട്. അതിനുശേഷം പവർ റേഞ്ച് സ്വിച്ച് 200 എന്നുള്ള ലെവലിലേക്ക് മാറ്റിയിടുക. അതിനുശേഷം ഇതിൽ നിന്ന് മാക്സിമം ഇൻജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 100 വാട്ടാണ്. 100 വാട്ട് പവർ ഇൻപുട്ട് കൊടുക്കുക. ഇതിൽ മാറ്റുന്നതിന് ഒപ്പം തന്നെ സ്റ്റാൻഡേർഡ് മീറ്ററിലെയും റേഞ്ച് മാറ്റുവാൻ ശ്രദ്ധിക്കണം. സ്റ്റാൻഡേർഡ് മീറ്ററിൽ 50 വാട്ട്സ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. അതേ റീഡിങ് തന്നെ ഈ മീറ്ററിലും റീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇത് 200 വാട്ട് റേഞ്ചിലുള്ളതാണ്. റീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. റീസെറ്റ് തിരിച്ചുകൊണ്ട് ഇതിൽ 5 കൊണ്ട് വയ്ക്കുക. ഇതിൽ 5 കാണിക്കുന്നത് ഇതിന് 50 വാട്ടിന് ഈക്വലൻ്റ് ആണ്. അതിനുശേഷം പവർ ഇൻപുട്ട് കൂട്ടി കൊടുക്കുക. സ്റ്റാൻഡേർഡ് മീറ്ററിൽ 100 വാട്ട് എത്തിക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് മീറ്ററിൽ 100 വാട്ട് പവർ എത്തിക്കുമ്പോൾ ഓബ്രൂ ചെയ്തെടുത്ത നമ്മുടെ മീറ്ററിലും 100 വാട്ട് പവർ കാണിക്കണം. അത് കാണിക്കുന്നില്ല എങ്കിൽ പ്രീസെറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് 100 വാട്ട് പവർ എത്തിക്കുക. അതിനായി പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ പ്രോസസ്സ് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രോസ് നീഡിൽ മീറ്റർ ഒരു വെർട്ടിക്കൽ ടൈപ്പ് മീറ്ററാണ്. അതുകൊണ്ട് അതിൻ്റെ പൊസിഷനിൽ തന്നെ വെച്ച് പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്റ്റാൻഡേർഡ് മീറ്ററിൽ കാണിക്കുന്ന റീഡിങ് 100 വാട്ട് സെറ്റ് ചെയ്തിരിക്കുക. അത്രയും പവർ ഇതിലും കാണിക്കണം. ഇനി ഇതിൻ്റെ ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ സ്വിച്ച് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ആവറേജ് വാല്യൂയിലിട്ടു. നീഡിൽ വളരെ സ്ലോയിലി വരുന്ന കാണാം. ആല് പീക്ക് വാല്യൂ ഇടുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വരുന്നു. ആല് 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 സിംഗിൾ നീഡിൽ മീറ്ററിൽ SWR പവർ മീറ്റർ ഉണ്ടാക്കിയ അനുഭവം വെച്ചിട്ടാണ് ഈ ക്രോസ് നീഡിൽ മീറ്ററിന് വേണ്ടിയും ഇപ്രകാരം 3 സ്വിച്ച് ഫിറ്റ് ചെയ്തത്. പിന്നീടാണ് അബദ്ധം പറ്റിയ കാര്യം മനസ്സിലായത്. ക്രോസ് നീഡിൽ മീറ്ററിന് ഇത്തരം സ്വിച്ചുകളുടെ ഒന്നും ആവശ്യമില്ല. റേഞ്ച് മാറ്റുവാൻ ഒരു സ്വിച്ച്, പീക്ക് ആവറേജ് എടുക്കുവാൻ മറ്റൊരു സ്വിച്ച്, അതിൻ്റെ രണ്ടിൻ്റെ ആവശ്യമുള്ളൂ. കാലിബ്രേഷൻ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഫങ്ഷൻ സ്വിച്ചിൻ്റെയും ആവശ്യമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിലേതെങ്കിലും ഒരു മീറ്റർ കേടാവുകയാണെങ്കിൽ ഇതിനെ സിംഗിൾ നീഡിൽ മീറ്ററാക്കി മാറ്റുവാൻ ഈ സ്വിച്ചുകൾ നമുക്ക് അപ്പോൾ ഉപകാരപ്പെടും. ഇതാണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്ന ക്രോസ് നീഡിൽ SWR പവർ മീറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. 20 വാട്ട് 200 വാട്ട് റേഞ്ച് ഉപയോഗിച്ചിരിക്കുന്നു. ഫോർവേഡ് പവറിനായിട്ടും റിഫ്ലക്റ്റർ പവറിനായിട്ട് ഇവിടെയും 20ഉം 200 റേഞ്ചിലുണ്ട്. ഇനി എപ്പോഴെങ്കിലും കാലത്ത് പവർ കൂട്ടുന്ന ഒരാവശ്യം വരുവാണെങ്കിൽ ഇതിലേക്ക് പാരലായി മറ്റൊരു റെസിസ്റ്റർ പ്ലസ് ഒരു സീരീസ് റെസിസ്റ്ററും കണക്ട് ചെയ്താൽ മതിയാവും. ഇപ്രകാരം ഈ SWR പവർ മീറ്ററിൻ്റെ റേഞ്ച് കൂട്ടി എടുക്കാവുന്നതാണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രീസെറ്റ്, അതേപോലെ ഒരു സീരീസ് റെസിസ്റ്ററും കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് 2000 വാട്ട് വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഡയമണ്ട് SX 200 എന്ന രീതിയിലാണ് ഉണ്ടാക്കി തുടങ്ങിയത്. പക്ഷേ സ്വിച്ചുകളുടെ എണ്ണം കൂടിപ്പോയി. അതുകൊണ്ട് അതിനെ ഒഴിവാക്കി ദൈവ എന്ന രീതിയിലേക്ക് മാറ്റാം. ക്രോസ് നീഡിൽ SWR പവർ മീറ്ററിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്.